ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഏറ്റവും മഹത്തരമായ ഒന്നാണ്. ആ ആശയത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നതിൽ, സുന്ദരമാക്കുന്നതിൽ മലയാളികളും കേരളവും വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്ത ഒന്നാണ്. കേരളം ഇന്നത്തെ കേരളമായി മാറിയതിന്റെ പിറകിൽ മഹാരഥന്മാരായ ഒട്ടേറെ മനുഷ്യരുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വലിയ പോരാട്ടങ്ങളുടെയും സമഗ്രമായ ഇടപെടലിന്റെയും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. വിശ്വപ്രസിദ്ധരായ എഴുത്തുകാർ, കലാകാരന്മാർ, കായിക താരങ്ങൾ, ഗായകർ, അങ്ങനെ മലയാളിയുടെ പെരുമ ലോകത്തിന് മുമ്പിൽ എത്തിച്ച ഒട്ടേറെ മഹാമനുഷ്യരുണ്ട്. അവരുടെ എല്ലാം സംഭാവനകളെ ഈ അവസരത്തിൽ ഞാൻ വളരെ നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു. സർ, ഞങ്ങളുടെ നാടിനെ കുറിച്ച് പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണ, ഈ സഭയിൽ തന്നെയുള്ള കുറെ സുഹൃത്തുക്കളെങ്കിലും വളരെ വൃത്തികെട്ട ഒരു സിനിമ, ആ സിനിമയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ പേരിനോട് ചേർന്നിരിക്കുന്ന ഒരു കഥയാണത്. പക്ഷേ ആ കഥ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ നാടിനെ പലരും അളക്കുന്നത്. വളരെ നിർഭാഗ്യകരമാണത്. ഗവൺമെന്റ് പോലും, കേന്ദ്ര ഗവൺമെന്റ് പോലും ആ സിനിമയ്ക്ക് പ്രോത്സാഹനം നൽകുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ ഞെട്ടിച്ചു. ഞങ്ങളുടെ നാട് സമാനതകളില്ലാത്ത ഐക്യത്തിന്റെയും മൈത്രിയുടെയും ഒരു കേന്ദ്രമാണ്. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനമാണ്. മറ്റെന്തു സംഭവിച്ചാലും, ബാബരി മസ്ജിദ് തകർന്നപ്പോ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കലാപം ഉണ്ടായി. പക്ഷെ കേരളം ശാന്തമായിരുന്നു. ആ ശാന്തതയാണ്, ആ ഐക്യദാർഢ്യമാണ്, ആ ഐക്യമാണ് മലയാളിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അവിടെ ഞങ്ങള് വിഭിന്ന ജാതികളുള്ളവരും വിഭിന്ന മതങ്ങളും, ഇത്രയേറെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന, ഒരു സാമുദായിക സംഘർഷം പോലും ഇല്ലാതെ പോകുന്ന ഒരേ ഒരു നാട് പക്ഷേ കേരളമാണ് എന്ന് പറയാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് സംസ്ഥാനത്തിന്റെ പേരാണ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും എഴുതുന്നത് കേരളം എന്ന് തന്നെയാണ്. ഈ വാക്ക് മലയാളികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു വാക്കാണ്. പക്ഷേ സാങ്കേതികമായി നമ്മുടെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിനകത്ത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാർ ഉപയോഗിക്കുമ്പോൾ അത് കേരള എന്ന് മാത്രമായിരുന്നു. അതിപ്പോ കേരളമായി മാറുന്നു, ഔദ്യോഗികമായി മാറുന്നു എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. മലയാളികളുടെ ധാരാളം ആവശ്യങ്ങൾ ഞാൻ നിങ്ങളെ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചു. ഞാൻ ആവശ്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. കേന്ദ്രത്തിന്റെ സമീപനം പലപ്പോഴും നിഷേധാത്മകമായിരുന്നു എന്നത് ഒരു രാഷ്ട്രീയ വിഷയം. പക്ഷേ എയിംസും അതുപോലെ നഴ്സിംഗ് സർവകലാശാലയും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ആ കാര്യം പരിഗണിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഔദാര്യത്തിന്റെ വിഷയമല്ല, മലയാളികളുടെ അവകാശത്തിന്റെ പ്രശ്നമാണ്. ആ അവകാശം ഈ സഭയ്ക്ക് അദ്ദേഹം തന്നെ ഉറപ്പ് നൽകിയ കാര്യമാണ്. അതെല്ലാം പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു നാമത്തിന്റെ മാറ്റമുണ്ടായി, പേരിനകത്തൊരു മാറ്റമുണ്ടായി എന്നതിലുപരിയായി മലയാളികളുടെ ജനുവിനായ ആവശ്യങ്ങളോടുകൂടി എങ്ങനെ ഒരു ഗവൺമെന്റ് പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആവശ്യങ്ങളോട് പ്രതികരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിൽ നോക്കുമ്പോൾ എനിക്ക് ചെറിയ ഭയമുണ്ട്. പക്ഷേ ഞാൻ ദീർഘിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാർ, ഒരു നല്ലൊരു ദിവസമെങ്കിലും ഈ സഭയിൽ വരാൻ പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പ്രധാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് തന്നെ ഇവിടെ വരാമായിരുന്നു. അത് വരാൻ കഴിയാതെ പോയതിലുള്ള ഒരു ഖേദം കൂടെ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു.